നിങ്ങളുടെ പരാതി ആരെയും കേൾക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രശസ്തിയില്ല. അതായത് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നയിക്കുന്ന ഒരാളായിരിക്കും അല്ലേ. മറ്റുള്ളവരെ കൂടെ കൈപിടിച്ച് ഉയർത്തി മേലോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരിക്കും ഒരു ലീഡർ. അങ്ങനെ ഒരാൾ ലീഡർ ആകുമ്പോഴാണ് നമ്മൾ ആ ലീഡറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ലീഡർ ഇങ്ങനെ എപ്പോഴും പരാതി പറയുകയാണെങ്കിൽ ആ ലീഡറിനെ നമ്മളാരും ഫോളോ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല. അതായത് നോബഡി ലവ് ടു ഫോളോ ഹൂ കംപ്ലൈൻറ്റ് എ ലോട്ട്. അതായത് ഏത് നേരം കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളെ ഒരിക്കലും ഒരാൾ ഫോളോ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളെയും പുഞ്ചിരിയോടെ സൗമ്യമായി പരിഹരിക്കാനും നേരിടാനും കഴിവുള്ള ഒരാളെന്നെ ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യാനും അവർ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പരാതികൾ ഒരിക്കലും മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുക. നമ്മളുടെ പരാതികൾക്ക് അവിടെ പ്രശസ്തി ഇല്ല. നമ്മളുടെ പരാതികൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അത് നമുക്ക് നേരിടാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസത്തോടെയുള്ള നമ്മളുടെ പ്രവർത്തനം, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കോൺഫിഡൻസ്, അതൊക്കെയാണ് നമ്മളുടെ ഓരോ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത്. അപ്പം നമ്മളോടൊരു ഒരു കാര്യം നമ്മൾക്ക് ആത്മവിശ്വാസത്തോടെ നമുക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മറ്റൊരാൾക്ക് നമ്മളിൽ അങ്ങനെ ഒരു വിശ്വാസം വരണം. അതിന് നമ്മളുടെ ഉള്ളിൽ അത്രയധികം കോൺഫിഡൻസ് ഉണ്ടാവും. എല്ലാവരും നമ്മളുടെ കഴിവിൽ വിശ്വാസമുള്ളവരായിരിക്കില്ല. നമ്മൾക്ക് നമ്മളുടെ കഴിവിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ ആ കഴിവിനെ ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ അവർ നമ്മളെ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞ് താഴ്ത്തുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മളെ കഴിവിനെക്കുറിച്ച് നമ്മൾക്കാണ് അറിയുക, അവർക്കത് അറിയാൻ വഴിയില്ല. അപ്പം നമ്മളുടെ കഴിവിൽ നമ്മൾ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടെ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരത് നമ്മളെ ഫോളോ ചെയ്തോളും. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും അല്ലേ. നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരോ എല്ലാം അറിയുന്നവരോ അല്ല. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് തെറ്റായിരുന്നു എന്നുള്ളത്, ആ കാര്യത്തിൻ്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും അത് തെറ്റായിപ്പോയി എന്നുള്ളത് അറിയുക. അപ്പോൾ ആ തെറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ തെറ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് എന്താണ് തെറ്റിന് കാരണം എന്ന് കണ്ടുപിടിച്ച് ആ തെറ്റിൽ നിന്ന് വഴി മാറി ശരിയായ വഴിയിലൂടെ പോവുക. തെറ്റുകളാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗം. തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. അതായത് വീണ്ടും നമ്മൾ ആവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടുക നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ആവർത്തനത്തിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ളൊരു അതൊരു മാർഗമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിബന്ധങ്ങളെ മാനിക്കുക. നമ്മൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, എങ്കിലും നമ്മൾക്ക് ചെയ്യാൻ, അതായത് പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചേ പറയാവൂ. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അല്ലേ. ചെയ്യാൻ കഴിയുന്നതേ പറയാവൂ, പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അപ്പോഴാണ് ആളുകൾ നമ്മളെ വില കൽപ്പിക്കുള്ളൂ. അല്ലാതെ വെറുതെ വാക്കുകൾ പറഞ്ഞ് എന്താ പറയുക, വാക്കുകൾ ആശ കൊടുക്കുക എന്ന് പറയില്ലേ, അത് അങ്ങനെ ചെയ്യരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാവൂ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് സ്വയം കാര്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾക്കൊരു ഉദ്ദേശം ഉണ്ടാവണം, നമ്മൾക്ക് അതിനോട് ഗൗരവം, നമ്മളതിനെ കൂടുതൽ റെസ്പെക്റ്റോട് കൂടി നമ്മളത് എടുത്തിട്ട് നമ്മളത് പ്രവർത്തിച്ച് കാണിക്കണം. എങ്കിലാണ് നിങ്ങളുടെ മൂല്യം അവിടെ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളൊരു കാര്യം നല്ല രീതിയോടും നല്ല ഉദ്ദേശത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ, നമ്മളെ അവർ വില കൽപ്പിക്കുകയുള്ളൂ. അപ്പം നമുക്കൊരു വിലയൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് അവരെ നിന്ന് റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രകടിപ്പിച്ച് കാണിക്കുക വേണം. അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തം. അതുപോലെ നമ്മൾക്ക് പല ഫീലിങ്സുകളുണ്ടാവും അല്ലേ. എല്ലാ ഫീലിങ്സും നമ്മൾ പുറത്ത് കാണിക്കരുത്. അത് നമ്മളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ എന്താ പറയുക, അത് നമ്മളെ വിധിയെ മറക്കുന്ന സംഭവങ്ങളാണ്. ആളുകൾ നമ്മളെ എന്തിനാണ് വേണ്ടിയിട്ടാണ് വരുന്നത്? അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒപ്പീനിയനൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കിട്ടാനൊക്കെ ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവും. ആ നേരത്ത് നമ്മളുടെ വൈകാരിക കാര്യങ്ങൾ പറഞ്ഞ് അവരെ തളർത്തരുത്. ചില ആളുകളെ കണ്ട്, അതായത് അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫീലിങ്സാണ്. കുറച്ച് നേരം ആ വ്യക്തിയോട് കുറച്ച് നേരം ചിലവഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയോട് പറയുന്നുണ്ടാവും. അപ്പോൾ ആ വ്യക്തി തിരിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒരു വഴികാട്ടിയായിട്ട് അവർക്ക് തോന്നുന്നതുണ്ടാവും. കാരണം അത് അത്രയും ആ കേൾക്കുന്ന, അതായത് അവർ പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ലീഡർക്ക്
ഒരുപാട് വികാരങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ അവിടെ പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് ഈ പരാതിയായിട്ട് വരുന്ന ആൾ അവർ നമ്മളെ കാണുന്നത് ഒരു നേതാവായിട്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു മാർഗനിർദ്ദേശിയൊക്കെ ആയിട്ടാവും നമ്മളെ കാണുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട എനർജിയും കറേജും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു സമയത്തെങ്കിലും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ തന്നെ പറയും, കുറച്ച് നേരങ്ങളടുത്ത് വന്നിരുന്നപ്പോൾ എന്തൊരു ആശ്വാസമാണ്, എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്നുള്ളത് തോന്നും. അതിന് നമ്മൾ അത്രയും നല്ല കാര്യങ്ങൾ നമ്മളവർക്ക്, അല്ലെങ്കിൽ അവർക്ക് അത്രയും നല്ല എനർജിയെ അല്ലെങ്കിൽ ധൈര്യം, അവർക്ക് നല്ലൊരു വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് എല്ലാവരുടെ അടുത്തും അവർ പോയി സംസാരിക്കുന്നില്ല. അവരെല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുമില്ല. അവർക്ക്, അതായത് അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് അറിയാം ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്നൊരു ഊർജം കിട്ടുമെന്ന് അറിയുന്നവരുടെ അടുത്ത് വന്ന് മാത്രമേ അവരങ്ങനെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായി കഴിഞ്ഞാൽ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അതായത് മിക്ക ആളുകളുടെയും ജീവിതം ഒരു എന്താ പറയുക, ലക്ഷ്യമില്ലാതെ ഒരു ദിശയില്ലാതെ ഇങ്ങനെ പോവുകയാണ്. ഒരാളുകൾക്കും, അതായത് മുക്കാൽ ഭാഗം ആളുകൾക്കും യാതൊരു ലക്ഷ്യവുമില്ല. എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ്, അതായത് ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. അവരിങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ ഫോളോ ചെയ്ത് പോകുക എന്നല്ലാണ്ട് വ്യക്തമായ ഒരു ധാരണ അവരുടെ ജീവിതത്തെക്കുറിച്ചില്ല. അപ്പോൾ നമ്മൾ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരാളായി കഴിഞ്ഞാൽ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല വ്യക്തിത്വങ്ങളാവുക, നല്ല നേതൃഗുണമുള്ള ആളുകളാവുക, നല്ല ഉപദേശങ്ങൾ, നല്ല പോസിറ്റീവ് എനർജി കാണിക്കുക, അതൊക്കെ കൊടുക്കാൻ കഴിയുമ്പോൾ ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ.